അങ്ങനെ ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അല്ലറ ചില്ലറ ഷോപ്പിങ്ങിന് വേണ്ടി ഞങ്ങൾ സിറ്റിയിലോട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ നേമത്തുള്ള ഐഡിയലിലാണ്. എനിക്ക് അവിടെ നിന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഡിന്നർ സെറ്റ് മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തൊട്ടടുത്തായിട്ട് നല്ല ബോളിയും പാൽപ്പായസം കിട്ടുന്നൊരു കടയുണ്ട് കേട്ടോ. സാധാരണ ഞങ്ങൾ എപ്പം വന്നാലും കിട്ടാറില്ല. ഇപ്രാവശ്യം വന്നപ്പോൾ അതൊക്കെ വന്ന് കഴിച്ചതിന് ശേഷം പിന്നെ നേരെ പോയതൊരു ഫർണിച്ചർ ഷോപ്പിലാണ്. അവിടെ നിന്നൊരു ഫർണിച്ചറൊക്കെ നോക്കണമായിരുന്നു. പിന്നെ ബില്ലിങ്ങിൻ്റെ ടൈമിനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ പുറത്ത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്റ്റാർബക്സിലോട്ടാണ്. ഞങ്ങൾ ആക്ച്വലി വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അത്യാവശ്യം 2 സ്ഥലത്തും നല്ല രീതിയിലുള്ള വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ മണി 10 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ കുറച്ച് കോൾഡ് ഡ്രിങ്ക്സൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴാണ് കേട്ടോ കുറച്ചൊന്നും ആശ്വാസമായത്. കാരണം ഏകദേശം സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് നല്ല വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിക്കാനായിട്ട് ഞങ്ങളൊരു ചീസി പൊട്ടറ്റോയും ഒരു മൾട്ടിഗ്രെയിൻ ചിക്കൻ ക്രോസൻറ്റുമാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അത്യാവശ്യം വിശപ്പൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് അല്ലറ ചില്ലറ സാധനം വാങ്ങാൻ വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ ആടി സെയിൽ ആയതുകൊണ്ട് ഞങ്ങളുടെ പോത്തീസ് എന്തായാലും 12 മണി വരെയുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോത്തീസിലോട്ടാണ് പോയത്. നല്ല തിരക്കായിരുന്നു കേട്ടോ. രാത്രിയായിട്ടും ഇത്രയും തിരക്കുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഈ ഓഫറിൻ്റെ സ്ഥലത്തൊന്നും നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയി കുറച്ച് ചെരുപ്പൊക്കെ നോക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വാച്ച് നോക്കാൻ പോയതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നൊരു വാച്ചും വാങ്ങിയതിന് ശേഷം വേറെയും കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം വീട്ടിൽ പോയി.